എനിക്ക് പ്രേക്ഷകരിൽ ഒരാളിൽ നിന്നും ലഭിച്ച ഒരു സന്ദേശത്തിൽ അടുത്ത കാലത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഭാരതം സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോഡി ഭഗവത്ഗീതയുടെ ഒരു കോപ്പി നൽകുകയുണ്ടായി. അതിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്താണെന്നും ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്നുമാണ് ചോദ്യം വളരെ ഗഹനമായിട്ടുള്ളതാണ്. ബൃഹത്തായ ഉത്തരത്തിൽ കൂടി മാത്രമേ ആ സന്ദേശം വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ രണ്ടാമത്തെ ഭാഗം ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരമ്പരയായിട്ട് ഇതിലെ ഉത്തരം പറയുവാനാണ് ഞാൻ പോകുന്നത്. ഇത് കേൾക്കുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറന്നു പോകരുത്. ഈ ഭഗവത്ഗീത ഐൻസ്റ്റീൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതു തരത്തിലാണ് എന്നുള്ളത് ആണ് ആദ്യമായി പ്രതിപാദിക്കാൻ പോകുന്നത്. 1912 രവീന്ദ്രനാഥ് ടാഗോർ ബെർലിനിൽ വെച്ച് ഐൻസ്റ്റീനെ കാണുകയുണ്ടായി. ഐൻസ്റ്റീനുമായിട്ട് വളരെ ക്ലോസ് അസോസിയേറ്റായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ സംസ്കൃതവും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അവർ തമ്മിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഐൻസ്റ്റീൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഇൻവിസിബിൾ ഫോഴ്സിനെ കുറിച്ച് അറിയുവാൻ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ താത്വിക ചിന്തയും അദ്ദേഹത്തിൻ്റെ കവിതാഭാവനയും ഭഗവത്ഗീതയെ ശരിക്കും ഐൻസ്റ്റീന് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 1926 രവീന്ദ്രനാഥ് ടാഗോർ ബെർലിനിൽ സന്ദർശിക്കുമ്പോൾ ഇത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഒരു റിമാർക്കബിളായി എടുത്തു പറയാവുന്ന ചർച്ച 1930 അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും നോബൽ സമ്മാനം നേടിയിരുന്നു. അങ്ങനെ രണ്ട് പേരുടെ നോബൽ സമ്മാനം നേടിയിട്ടുള്ള മനസ്സിൻ്റെ ഒരു ഐക്യം പ്രതിഫലിക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയ വീക്ഷണത്തിൽ കൂടിയാണ്, ഭഗവത്ഗീതയിലെ ശാസ്ത്രീയ വീക്ഷണത്തിൽ കൂടിയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി എഴുതി നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഭഗവത്ഗീതയുടെ അതിലടങ്ങിയിരിക്കുന്ന തത്വം വ്യക്തമാക്കിക്കൊണ്ടാണ്. ഐൻസ്റ്റീൻ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് എല്ലാം ഈ ഭഗവത്ഗീതയിലെ അതിൻ്റെ ആധ്യാത്മികതയും തത്വവും ഒക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഭഗവത്ഗീത 4 വേദങ്ങളും 108 ഉപനിഷത്തുക്കളും കടഞ്ഞെടുത്ത ഒന്നാണ്. അത് ക്വിൻ്റസെൻസാണ്. അതിൻ്റെ സാരാംശം, അതിൻ്റെ സർവസ്വം മുഴുവനും അതിനകത്ത് കടഞ്ഞെടുത്തുകൊണ്ടാണ് ഭഗവത്ഗീത പ്രവചിച്ചിട്ടുള്ളത്. അതിൻ്റെ എസൻസ് സർവോപനിഷദോ ഗാവോ ദുഗ്ധേ, ഉപനിഷത്താകുന്ന പശുക്കളെ പാർത്ഥൻ കറന്നെടുത്ത് അർജുനന് അമൃതം ആയി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അദ്ദേഹം ചെയ്യുന്നത് തത്വം ഭഗവത്ഗീതയിൽ അതിൻ്റെ താത്വിക ചിന്തക മാത്രമല്ല, ശാസ്ത്രീയതയും കൂടി
ഊടും പാവും പോലെ കടഞ്ഞെടുത്തുകൊണ്ടാണ്. അതിനകത്ത് തത്വമേത് ശാസ്ത്രമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്ര ഇഴുകി ചേർത്തുകൊണ്ടാണ് ഭഗവത്ഗീത പ്രതിനിധാനം ചെയ്തത്. ഇത് ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭാഗം ഐൻസ്റ്റീൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശാസ്ത്രീയതയാണ്. ഈ ശാസ്ത്രത്തെ സംബന്ധിച്ച് അവർ നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം 1930 ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. റിയാലിറ്റിയും ബ്യൂട്ടിയും സംബന്ധിച്ച്. റിയാലിറ്റി ഭഗവത്ഗീതയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചില്ല എന്ന് വിചാരിച്ച് അതിലെ തത്വം ഇല്ലാതാകുന്നില്ല. പ്രജ്ഞാനാം ബ്രഹ്മ, ശുദ്ധബോധമാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഞാനും നീയും ഒന്നാകുന്നു. ഈ തത്വം ഋഗ്വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. അതിനെ പാലായി ഇത് അർജുനന് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോക ജനതയ്ക്ക് അത് നൽകുന്നതിന് തുല്യമാണ്. ഇവിടെ യുദ്ധം കെടുതി മൂലവും അതുപോലെ തന്നെ ഭീകരപ്രവർത്തനം മൂലവും ലോക ജനത ആശങ്കയിലാണ്. യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ്റെ പേരിൽ അവർ ആശങ്കാകുലരായി ലോക ജനത കിടക്കുകയാണ്. ഈ അവസരത്തിൽ റഷ്യയെ മുൻനിർത്തിക്കൊണ്ട് ഭാരതം നൽകുന്ന സെലസ്റ്റിയൽ സോങ്ങിൻ്റെ അതിൻ്റെ ഒരു കോപ്പി നൽകിക്കൊണ്ട് ഈ ലോക ജനതയെ മുഴുവനും നേർവഴിക്ക് നടത്തുന്നതിനുള്ള സന്ദേശമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ എത്രമാത്രം റിയാലിറ്റി, ശാസ്ത്രത്തിൻ്റെ യാഥാർത്ഥ്യം കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. നമസ്കാരം.